ഹലോ. അപ്പോൾ ഇന്ന് ചിത്തിരയാണ് അല്ലേ? ഇന്നലെ അത്തമായിരുന്നു. എല്ലാവരും പൂവിട്ടോ? ഞാനും പൂവിട്ടു കേട്ടോ, ചെറിയ രീതിയിൽ. അധികം തുമ്പയൊന്നും ഇല്ല ഇപ്പോൾ. തുമ്പ ഞങ്ങളുടെ വീട്ടിലൊന്നും തന്നെ ഇല്ല കേട്ടോ. അടുത്തൊക്കെ പണ്ടൊക്കെ ഈ നമ്മുടെ വഴിയരികിലൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ അതുമില്ല. ഒക്കെ ഈ എന്താ പറയുക, മഴ സമയത്തൊക്കെ ക്ലീൻ ചെയ്ത് ഈ കാടും വെട്ടിയൊക്കെ കളഞ്ഞൊക്കെ പോയി. തൊഴിലുറപ്പുകാരൊക്കെ വന്ന് വെട്ടിക്കളഞ്ഞ് അങ്ങനെയൊക്കെ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായി. കയ്യിൽ കിട്ടുന്ന പൂവിടുക, അപ്പോൾ അത്രയേ ഉള്ളൂ. അത് ചിലപ്പോൾ ചെത്തിയായിരിക്കാം, ചെമ്പരത്തിയായിരിക്കാം, പച്ചരയായിരിക്കാം, അങ്ങനെ കളർഫുൾ ഓണായിട്ടാണ് ഇപ്പോൾ കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ള മാത്രമേ ഇടുള്ളൂ, തുമ്പ മാത്രമേ ഇടുള്ളൂ ആദ്യത്തെ. പിന്നെ ചോതി തൊട്ടാണ് ചുമപ്പൊക്കെ ഇട്ട് തുടങ്ങിയത്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല, ആദ്യം തന്നെ ചെമ്പരത്തിയാണ് എടുത്തിടുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് പറയാൻ പോണതേ നമ്മുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കും എന്നാണ്. നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ലേഡീസ് അല്ലെങ്കിൽ എൻ്റെ ഈ പ്രായത്തിലുള്ളവരൊക്കെ ടെൻഷനും ഓരോരോ ബുദ്ധിമുട്ടുകളും എന്താ പറയുക കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിച്ച് വരുന്നവരായിരിക്കാം. എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ, എല്ലാം തികഞ്ഞൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ മനസ്സ് നമ്മൾ ഓരോരോ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ ഇപ്പോഴത്തെ സീസൺ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വണ്ടി ഇടിച്ച് അല്ലെങ്കിൽ പീഡനം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അയ്യോ അങ്ങ് നമ്മൾ വണ്ടി കൊണ്ട് പോയല്ലോ, അല്ലെങ്കിൽ അവർ പോയല്ലോ, ഇവർ പോയല്ലോ, എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ കുട്ടിയോ നമ്മുടെ മോൾ ഒറ്റയ്ക്കാണല്ലോ, ഒറ്റയ്ക്ക് പോയല്ലോ, എന്തെങ്കിലും സംഭവിക്കുമോ, ഈ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതില്ലേ. അതാണ് ഈ നെഗറ്റീവ് ചിന്ത എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് നമ്മൾ എങ്ങനെയൊക്കെ സന്തോഷത്തോടെ പോയാലും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ നല്ലൊരു മൈൻഡ് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മൈൻഡിനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സാധാരണ നിലയിലേക്ക്, നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് കേട്ടോ ഇന്ന് പറയാൻ പോണത്. ഇപ്പോൾ ആദ്യം ഞാൻ പറയാം, എൻ്റെ രീതി പറയാം കേട്ടോ. ഞാൻ ഇപ്പോൾ നമുക്ക് ഇത് പഠിച്ചവരുണ്ടാവും കേട്ടോ ഇതേപ്പറ്റിയൊക്കെ. ഞാൻ വെറും ഒരു വീട്ടമ്മയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ ഈ കാലഘട്ടത്തിൽ ഇത്രയും മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പറയണ എൻ്റെ ഓരോരോ അനുഭവങ്ങളും വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷെ ഞാൻ എങ്ങനെ എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തണു, ഇങ്ങനത്തെ ചിന്തകൾ വരുമ്പോൾ അതിനെ മാറ്റി നിർത്തണത് എങ്ങനെ, അതാട്ടോ ഒന്ന് പറയാൻ പോണത്. അപ്പോൾ എൻ്റെ സൗണ്ട് ഇന്ന് ഇത്തിരി വ്യത്യാസമുണ്ട്. എനിക്ക് കുറച്ചൊരു കഫുണ്ട്, അപ്പോൾ കുറച്ച് അങ്ങനെ ഒരു തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒച്ചയ്ക്ക് പറയാനൊന്നും പറ്റണില്ല. അപ്പോൾ അതൊന്ന് ക്ഷമിച്ചോളൂ കേട്ടോ. ഇപ്പം നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. കാലത്ത് കുട്ടികൾ പോയി ജോലിക്ക് പോയി, അല്ലെങ്കിൽ പഠിക്കാൻ പോയി, ഭർത്താവ് ജോലിക്ക് പോയി, അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിലുണ്ടാവും. ചിലപ്പോൾ പാടത്തോ പറമ്പത്തോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നമുക്ക് എപ്പോഴും പണി ഉണ്ടാവുമല്ലോ. പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരും. എനിക്കങ്ങനെ വരാറുണ്ട് കേട്ടോ. ഞാൻ എത്രയൊക്കെയോ ശ്രമിച്ചാലും ആ ചിന്തകൾ ഇങ്ങനെ വരികയാണ്. എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്താ ചെയ്യാറെന്നറിയാമോ? അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈശ്വര ഭജനം, അതാണ് ഏറ്റവും വേണ്ടത്. പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈ മനസ്സിനെ നിയന്ത്രിക്കാമെന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ കുറച്ചൊക്കെ അങ്ങനെ ചെയ്യും കേട്ടോ. പ്രാർത്ഥനയിലൂടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദൈവങ്ങൾ, ഇപ്പം ഞാൻ ഹിന്ദുക്കളുടെ ഇത് പറയണമെന്ന് വിചാരിക്കരുത് കേട്ടോ, കാരണം എനിക്ക് അതേപ്പറ്റിയാണ് കൂടുതൽ അറിയുള്ളൂ. ഇപ്പം എല്ലാ മതസ്ഥർക്കും അവരവരുടേതായ ഓരോ പ്രാർത്ഥന, ഓരോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ ആരാധിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലും ശിവനെയാണ് പ്രാർത്ഥിക്കാറ്, ഗുരുവായൂരപ്പനെയാണ് പ്രാർത്ഥിക്കാറ്. കാരണം ഇവരാണ് ഏറ്റവും വലിയ ദൈവം എന്നാണ് ഞാൻ അറിഞ്ഞേക്കണത്. ഏറ്റവും വലിയ ദൈവം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണ് ഗണപതി, മക്കളായിട്ടാണ് വരുന്നത് സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, ഇതെല്ലാം ഇവരുടെ മക്കളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഏറ്റവും മുതിർന്ന ദൈവം എന്ന് പറയുന്നത് ശിവനും ഗുരുവായൂരപ്പനും അല്ലെങ്കിൽ മഹാവിഷ്ണു. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഞാൻ കൂടുതലും, കാരണം നമ്മുടെ കാരണവന്മാരെയാണല്ലോ നമ്മൾ ഓർക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ ദൈവങ്ങളിലെ കാരണവന്മാരെന്ന് പറയുന്ന ശിവനെയും ഗുരുവായൂരപ്പനെയും ആട്ടോ ഓർക്കാറ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്ന് മനസ്സിരുത്തി ഒന്ന് ശിവനെ, എന്താ ഇത് ഇങ്ങനെ, എൻ്റെ മനസ്സിൽ എന്താ ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത്, എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടാനുണ്ട്, നടത്താനുണ്ട്, ഇതുപോലുള്ള ചിന്തകൾ തന്ന് എൻ്റെ കാരണം നമ്മുടെ ജോലിക്ക് നമുക്ക് ഒരു ബാധിക്കും. അതായത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ നമ്മുടെ മുഖത്തിനൊരു ഇത് വരും. നമ്മുടെ മുഖം കണ്ടാലേ അറിയാൻ പറ്റും എന്തോ വിഷമമുണ്ടല്ലോ എന്ന് ചോദിക്കും ചിലവരൊക്കെ. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന ഈ ഓരോന്ന് തികട്ടണത് കൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കും കേട്ടോ. അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു 5 മിനിറ്റ് കൂടി വന്നാൽ എൻ്റെ ആ ചിന്തകളൊക്കെ മാറിപ്പോയി, ശരിക്കും മാറിപ്പോകും കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ രാവിലെ നമ്മുടെ വീട്ടിലെ പണിയും ഓരോ ജോലി, എല്ലാവർക്കും അവരവരുടേതായ ഓരോ തിരക്കുകളുണ്ടാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിന് അങ്ങനെ ഏകാഗ്രമായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ല എന്താണ്, വെളുപ്പിന് എണീക്കുക. ഒരു 3 മണി തൊട്ട് 5 മണി വരെ, സാധാരണ അങ്ങനെയല്ലേ പറയാറ്.
ഉദയത്തിന് മുമ്പുള്ള സമയം ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. ആ സമയത്ത് പ്രാർത്ഥിച്ചാലാണ് ഏറ്റവും ബലം എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും ഞാൻ എഴുന്നേൽക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ്, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ 3 മണിക്ക് എണീക്കുന്നോ അല്ലെങ്കിൽ 2:30ക്ക് എണീക്കുന്നോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എണീക്കുന്നത് എപ്പോഴാണോ അതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ എണീക്കും. ഇപ്പം ഞാൻ 6 മണിക്കാണെങ്കിൽ ഞാൻ 5:30ക്ക് എണീക്കും. കാരണം ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി. കാരണം ആ സമയത്ത് ആകെ സൈലൻ്റായിരിക്കും. നമ്മളുടെ പ്രപഞ്ചം തന്നെ നമുക്ക് അറിയാൻ പറ്റും. അധികം സൗണ്ടുകളോ ഒന്നുമില്ലാതെ. പക്ഷേ ഒരു 6 മണി 7 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ സൗണ്ടുകളായിരിക്കും. കിളികളുടെ ഒച്ചയായിക്കോട്ടെ, അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഒച്ചയായിക്കോട്ടെ, അല്ലെങ്കിൽ മൊത്തം ഒരു സൗണ്ടായിരിക്കും. അതൊന്നും ഇല്ലാത്ത ഒരു സമയം, ഈ ലോകം തന്നെ കിടക്കുന്ന സമയം എന്ന് പറയും. അതൊക്കെ ഏറ്റവും നല്ല 3 മണിക്കാട്ടോ. പക്ഷേ എല്ലാവർക്കും കൊണ്ടും പറ്റിയെന്ന് വരില്ല. കാരണം ഈ പറയുന്ന ഈ പ്രായത്തിൽ ഷുഗറായിട്ടും പ്രഷറായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ 3 മണിക്ക് എണീക്കാന്നുള്ളത് നടപ്പുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ എണീക്കണതിന് സാധാരണ നമ്മളിന്ന് കരുതി ഉദയം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഉദയത്തിന് മുമ്പ് നമ്മൾ എണീക്കുമ്പോൾ ഒരു അരമണിക്കൂർ മുമ്പേ എണീക്കുക. ആ അരമണിക്കൂർ മുമ്പേ എണീറ്റ് കുറച്ച് നേരം നമ്മുടെ ഇഷ്ടദൈവം ആരാണോ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ സങ്കടങ്ങളൊക്കെ തീർക്കും. പറഞ്ഞ് ഒന്ന് നമുക്ക് പറയാൻ ഒരു സമയം ആ സമയമാണ്. നമ്മുടെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഒരു അരമണിക്കൂറോളം ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ. ഒരുപാട് നമുക്കൊരു എഫക്റ്റ് കിട്ടും അതിൻ്റെ. അതായത് നമ്മളുടെ ഒരു അന്നത്തെ ദിവസം തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി വരും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഡെയിലി, അതായത് കണ്ടിന്യൂ ആയിട്ട് എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറി മാറി പോകും. ഇപ്പം നമ്മുടെ വീടുകളിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ബന്ധുക്കളായിക്കോട്ടെ, അല്ലെങ്കിൽ അയൽപക്കത്തായിക്കോട്ടെ, എപ്പോഴും ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും കൂടി വഴക്കും അങ്ങനെയൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളുകയാണ്. അങ്ങനെയുള്ളത് പരമാവധി മാറി നിൽക്കുകയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ചിലവർ നെഗറ്റീവ് അല്ലാതെ മറ്റൊന്നും പറയില്ല. അങ്ങനെയുള്ളൊരു കൂട്ടരുണ്ട്. അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മളൊന്ന് നമ്മുടേതായ ഒരു ലോകം, അത് നമ്മൾ തന്നെ വരുത്തിയെടുക്കണം. അല്ലാതെ നമുക്ക് ആരും ഇത് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഇന്നാ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് തരുമൊന്നും ചെയ്യില്ല. അതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ വേണം ഇതൊക്കെ നേടിയെടുക്കാൻ. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ഇങ്ങനെ രാവിലെ എണീറ്റ് ഇന്നൊരു അരമണിക്കൂർ ഇതുപോലെ പ്രാർത്ഥിച്ച് വരുമ്പോൾ ആ ദൈവം നമ്മുടെ വിളി കേൾക്കും. അത് ഉറപ്പാണ് ആ കാര്യം. കാരണം എല്ലാവർക്കും എപ്പോഴും പകലൊക്കെ ഇരുന്ന് ഞാൻ 10 മണിക്ക് കുളിച്ച് വിളക്ക് കേൾക്കേണ്ട നാമം ചൊല്ലേണ്ട അതൊന്നും കാര്യമില്ല കേട്ടോ. കാരണം നമ്മുടെ മനസ്സപ്പോൾ ക്ലിയർ ആയിരിക്കില്ല. കാരണം അതുവരെ നമ്മൾ പണി ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചായ കുടിച്ച് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലും കഴിച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ആ എഫക്റ്റ് കിട്ടില്ല. നമ്മൾ ആ രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചാലാണ് അതിൻ്റെ ആ എഫക്റ്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ അതിരാവിലെ എണീറ്റു നമുക്ക് ക്ഷീണം വരും, ചിലപ്പോൾ കുറച്ച് ഒരു ടയേർഡൊക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങിയാൽ മതി. കുറച്ച് നേരം 1 മണിക്കൂർ കൂടി കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീക്കുക. അപ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് നേരം 1 മണിക്കൂർ ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങാം. ഇതുകൊണ്ടൊന്നും തെറ്റില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല, ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ തടി വയ്ക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ അതാണ് ഇതൊക്കെ വെറുതെ പറയണതാണ്. നമ്മളുടെ ശരീരം, നമ്മളുടെ മനസ്സ് ഇത് നമ്മൾ തന്നെ വേണം പാകപ്പെടുത്തിയെടുക്കാൻ. അല്ലാതെ നമുക്ക് വേണ്ടി പറയാൻ എല്ലാവരും ഉണ്ടാവും. അതങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങരുത്, ഉച്ചയ്ക്ക് കിടക്കരുത്, അത് പെണ്ണുങ്ങൾ ഉറങ്ങിയാൽ കൊള്ളൂല, ഇങ്ങനെ എന്തൊക്കെയോ പഴയ ചിന്താഗതികൾ കൊണ്ടൊക്കെ കുറേ പേര് ഇപ്പോഴും ഉണ്ട് ഈ നമ്മുടെ സമൂഹത്തിൽ. അതൊന്നും നമ്മൾ ചെവിക്കൊള്ളാതെ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥന, നമ്മൾ ആവശ്യ സമയത്ത് നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് മയങ്ങി നോക്കിയേ, പിന്നെ നമുക്ക് ഒന്നും കൂടി എനർജി കൂടുതൽ കിട്ടും. നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനോ എന്തെങ്കിലും പുറത്ത് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ വർക്ക്, അവരവരുടെ വർക്ക് എന്താണോ അത് ചെയ്യാൻ കുറച്ചും കൂടി നമുക്ക് എനർജി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ മനസ്സ് നെഗറ്റീവ് ചിന്തകൾ വരാതെ സൂക്ഷിക്കാൻ നമ്മൾ തന്നെ പ്രയത്നിക്കുക, നമ്മൾ തന്നെ ശ്രമിക്കുക. അതിന് വേറൊരാളുടെ സഹായമൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. നിരന്തരമായ പ്രാർത്ഥന, അതേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും